ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇന്നിപ്പോൾ ഒരു അടിപൊളി ക്ലീനിങ് മോട്ടിവേഷനായിട്ടാട്ടോ ഞാൻ എത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ്. ഇപ്പോൾ കാണുമ്പോൾ എന്ത് ഭംഗിയാണല്ലേ ഫ്രിഡ്ജ് കാണാൻ. പക്ഷേ ഇതല്ലായിരുന്നു ഫ്രിഡ്ജിൻ്റെ അവസ്ഥ. ആദ്യത്തെ അവസ്ഥ കണ്ടാണ്ടല്ലോ നമുക്ക് ശ്വാസം മുട്ടിപ്പോവും. കുറേ ദിവസമായിട്ട് ഫ്രിഡ്ജ് ഇത്രയും മോശമായിട്ട് ഇരിക്കണോണ്ട് തന്നെ നമുക്കൊരു സമാധാനം ഇല്ലാണ്ടാട്ടോ പോയിക്കൊണ്ടിരുന്നത്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മക്കൾസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീനിങ്ങിന് നിൽക്കാനുള്ള സമയമില്ല. അപ്പോൾ അവർ ഉറങ്ങുകയില്ല അത്ര നേരം. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ കുറേ ദിവസമായിട്ട് ഇതിലില്ലാത്ത സാധനങ്ങളില്ല. നമ്മൾ എളുപ്പത്തിന് എല്ലാം ഫ്രിഡ്ജിൻ്റെ ഉള്ളിലായിട്ട് തന്നെ കുത്തിത്തിരിക്കി വെക്കും കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കി ഇപ്പോൾ ഒന്നും പറയണ്ട കേട്ടോ, നിങ്ങൾക്ക് കണ്ടറിയാലോ എന്തൊരു ശ്വാസം മുട്ടില്ല. ഫ്രിഡ്ജ് തന്നെ വിചാരിക്കണ്ടാവും ഈ വീട്ടിൽ വേറെ സ്ഥലമില്ലേന്ന്. അതുപോലെ സാധനങ്ങളാട്ടോ. അപ്പോൾ ഞാനിത് ക്ലീനിങ്ങിന് നിന്നപ്പോൾ ഇന്ന് ബന്ധായതുകൊണ്ട് ഇക്കാക്ക് വർക്കും കാര്യങ്ങളും ഇല്ലാത്ത ദിവസമാട്ടോ. അപ്പോൾ ആരെങ്കിലും ഒരാൾ മക്കൾസിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വേണം ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കാൻ കേട്ടോ, അല്ലാണ്ട് നടക്കില്ല. അപ്പോൾ ആദ്യം തന്നെ അതിലെ ഐറ്റംസൊക്കെ അങ്ങോട്ട് എടുത്ത് പുറത്തേക്ക് വയ്ക്കും കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ ട്രോളുന്നുണ്ട്. എന്താണെന്നോ, ഇന്ന് ഈ വീട്ടിലെ പല കാണാതായ സാധനങ്ങളും കിട്ടും. അത്രയും സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. സത്യം കേട്ടോ, മൈലാഞ്ചി മുതൽക്ക് അതിൻ്റെ ഉള്ളിൽ കുത്തി തിരികെ വെച്ചിട്ടുണ്ട് എൻ്റെ മക്കൾസ്. പിന്നെ ഈ അഴുക്കാവണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ബിസ്ക്കറ്റും കാര്യങ്ങളും എല്ലാം സൂക്ഷിച്ച് വെക്കണത് ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാട്ടോ. അപ്പോൾ ഇവർ ഈ പെട്ടെന്ന് വന്ന് ഡോറ് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പലതും തട്ടി മറിയുകയും ഒക്കെ ചെയ്യും. അങ്ങനെയാണ് ഇതിലെ മൊത്തം ആവണേ. അതുണ്ടോ, ഞാൻ പ്രസവിച്ച് കിടന്നപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ഉലുവാക്കുഴമ്പ് അതുവരെ ഫ്രിഡ്ജിൽ സൂക്ഷ്മതയോടുകൂടി ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ അവിടെ നിന്ന് കളിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കുട്ടികളുടെ വയമ്പ്, ജാതിക്ക, അങ്ങനെ വേണ്ട എല്ലാ സാധന സാമഗ്രികളും ഉണ്ട്. പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഈർപ്പമുണ്ട് വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ടിങ്ങനെ ഒരു പൂപ്പൽ പോലെ വന്നിട്ടുണ്ട് കേട്ടോ, ഈ വെള്ളം ഇറങ്ങിയിട്ട്. പിന്നെ കരണ്ട് പോക്കും വരലും ആണല്ലോ. ഒരു മഴ വരുമ്പോഴോ കാറ്റടിക്കുമ്പോഴോ അതിൻ്റെ ഒപ്പം കരണ്ട് അങ്ങോട്ട് പോവും. പിന്നെ വരണത് ഒരു സമയത്താണ്, അതിൻ്റെ ഒരു ഈർപ്പവും ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫ്രിഡ്ജിൻ്റെ സ്വിച്ചൊക്കെ ഓഫ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒഴിവാക്കി ഫ്രിഡ്ജിനെ അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് റിലാക്സ് ചെയ്യാൻ വിട്ടു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് തന്നെ ജീവനുണ്ടെങ്കിൽ അത് വിചാരിക്കണുണ്ടാവും, ആഹാ എന്താ ഒരു സമാധാനം എന്ന്. എല്ലാം അങ്ങനെ ഒഴിവാക്കി. ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാത്രം കഴുകണ ലിക്വിഡില്ലേ അതങ്ങ് ഒഴിച്ചു. പിന്നെ കുറച്ച് എക്സ്പയർ കഴിഞ്ഞ ബേക്കിംഗ് പൗഡർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാനിന്ന് അതാട്ടോ എടുക്കണേ. അപ്പോൾ ഈ എക്സ്പയർ കഴിഞ്ഞ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കളയണ്ട, എടുത്തു വെച്ചാൽ ഇതുപോലെ ഉപകരിക്കും കേട്ടോ. അപ്പോൾ അതും കുറച്ച് വിനാഗിരിയും കൂടെ മിക്സ് ചെയ്ത് ആദ്യം തന്നെ ഫ്രിഡ്ജിൻ്റെ അകത്തും ഡോറിലും എല്ലാം ആ ലിക്വിഡ് ഒന്നങ്ങ് തേച്ച് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വിടുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉരുമ്മി കളയാനായിട്ട് എളുപ്പമുണ്ട്. ഒത്തിരി ബലം പിടിച്ച് അത് ഉരുമേണ്ട കാര്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ അതങ്ങ് റെഡിയായി വന്നോളും. അപ്പോൾ ഈ റെസ്റ്റ് ചെയ്യാൻ വിടേണ്ട സമയത്ത് നമുക്കതിൻ്റെ ബാലൻസ് പാർട്സൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റില്ല. അതിനും നമ്മൾ നിന്ന് തുടച്ച് തന്നെ റെഡിയാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഈ ഫ്രിഡ്ജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് ഏകദേശം ഒരു 5 വർഷമായിട്ടോ. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് നമ്മളിങ്ങനെ ഫ്രിഡ്ജ് മേടിക്കണം എന്നിങ്ങനെ പ്ലാൻ ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ തലയിലായ ഫ്രിഡ്ജാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു ദിവസം വെറുതെ നമ്മൾ ബിസ്മി വിസിറ്റ് ചെയ്യാനായിട്ട് പോയപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ കാടുത്തോറാം, നമുക്ക് ഫ്രിഡ്ജ് സെക്ഷൻ ഒന്ന് വെറുതെ നോക്കാം. അപ്പോൾ നമ്മളങ്ങനെയാണല്ലോ, എടുക്കണില്ലെങ്കിലും പാത്രം പോയി നോക്കും, വാങ്ങിക്കണില്ലെങ്കിലും ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ, മിക്സി ആ ഒരു ഏരിയ നമ്മൾ ചുമ്മാ ഇങ്ങനെ നോക്കുമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ നിന്ന് സെയിൽസ്മാൻ, പക്ഷേ ആൾ നല്ല മിടുക്കുള്ള ആളായിരുന്നു, നമ്മുടെ തലയിലാക്കി തന്ന ഫ്രിഡ്ജാണിത്. പക്ഷേ കൊള്ളാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. അതിൽ എനിക്ക് വെയർപൂളായിരുന്നു ഇഷ്ടം, ഇക്കാക്ക് LG ആയിരുന്നു ഇഷ്ടം. കഷ്ടകാലത്തിന് അവിടെ വെയർപൂൾ അന്ന് ഇല്ലായിരുന്നു, സ്റ്റോക്ക് ഇല്ലായിരുന്നു, LG ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മുടെ തലയിലുമായി. അത് രസം. ഇതിന് പിന്നെ അതിലും വലിയൊരു രസമോടെ ഉണ്ട്. നമ്മൾ EMI ഇട്ടായിരുന്നു അന്ന് എടുത്തത്. ഇത് ഇക്കാന്ന് പുറത്ത് വർക്ക് ചെയ്യുന്ന സമയം കേട്ടോ. അപ്പോൾ EMI ഇട്ടാലും കുഴപ്പമില്ലല്ലോ, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ EMI കടഞ്ഞു പോകില്ലോ എന്ന് ഓർത്തു. അങ്ങനെ ഈ ഫ്രിഡ്ജ് വീട്ടിൽ വന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് കൊറോണ പ്ലസ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത് കേട്ടോ. അപ്പോൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ. ഇക്കാക്ക് പണിയില്ല, കൊറോണയായിട്ട് പുറത്തായിട്ട് ഇറങ്ങാനും പറ്റില്ല, EMIക്കൊട്ട് കുറവില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ EMI അടച്ച് തീർത്ത് നമ്മുടെ സ്വന്തമാക്കിയ ഫ്രിഡ്ജാണിത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ കഥ എല്ലാവർക്കും മനസ്സിലായില്ലേ. അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും ഓരോരോ കഥകളുണ്ട് കേട്ടോ ഈ വീട്ടിൽ. നമ്മളൊരുപാട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ
പ്രതീക്ഷിച്ച് ഒക്കെ വാങ്ങിച്ചേക്കണ ഐറ്റംസാണ് ഓരോന്നും. അതുകൊണ്ട് തന്നെ ഓരോന്നിനോട് നമുക്കൊരു പ്രത്യേക അറ്റാച്ച്മെൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്രിഡ്ജൊക്കെ ഇത്രയും മോശമാക്കി ഞാൻ ഒരിക്കലും വെക്കാറില്ല. ഇത് ഇത്രയും മോശമാവാൻ തന്നെ കാരണം എന്താ, ഈ മക്കൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിനും നമുക്ക് സമയമില്ലെന്നേ. മൂത്തവരും കുഞ്ഞല്ലേ, ഇളയവർ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ ഒരാളെ കരച്ചിൽ മാറുമ്പോഴായിരിക്കും അടുത്ത ആൾ തുടങ്ങണത്. പിന്നെ 2 പേരും കൂടി ഒരുമിച്ച് ഉറങ്ങണ ഒരു സ്പേസേ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ മോൻ ഉറങ്ങുമ്പോൾ മോൾ എഴുന്നേറ്റിരിക്കുമായിരിക്കും, മോൾ ഉറങ്ങുമ്പോൾ മോൻ എഴുന്നേറ്റിരിക്കുമായിരിക്കും. ഇതായിട്ടോ അവസ്ഥ. പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ ഇക്കമുള്ള സമയങ്ങളിൽ നമുക്ക് വേറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ടോട്ടൽ ക്ലീനിങ് ആയാലും ഇപ്പോൾ തുണിയൊക്കെ വാഷ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് സമയം കുറവാന്നേ. അപ്പോൾ കുറേ ദിവസമായിട്ട് എൻ്റെ ഉറക്കം കിടത്തിയ ഒരു സംഭവം തന്നെയാട്ടോ ഈ ഫ്രിഡ്ജ്. ഇന്നിപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇതിൻ്റെ ക്ലീനിങ് അങ്ങ് കഴിച്ചിട്ടുള്ളൂ ബാലൻസ് എന്ന് ഓർത്ത് നിന്നു. അപ്പോൾ തലേന്നത്തെ കറിയും ചോറും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് കിച്ചൺ ഡ്യൂട്ടി അങ്ങോട്ട് ഇല്ലായിരുന്നു കേട്ടോ. കുക്കിംഗ് ഡ്യൂട്ടി വളരെ കുറവായിരുന്നു. അപ്പം അങ്ങനെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇനി നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം. ഒരുപാട് കാശ് മുടക്കമുള്ള ഓർഗനൈസേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലപ്പോഴും റിലയൻസിൽ പോകുമ്പോൾ അവിടെ ഓഫറിൽ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില ഐറ്റംസൊക്കെ ഞാൻ മേടിച്ച് സൂക്ഷിക്കാറുണ്ട്. ഇത് കണ്ടോ, ഉപ്പിലിട്ടതും പൈനാപ്പിൾ ഉപ്പിലിട്ടതും നെല്ലിക്ക ഉപ്പിലിട്ടതും. ഇനി അത് 2 വട്ടം ബാലൻസ് ഉള്ളൂ. ബാക്കി കുറേ ഭരണികളും ടിന്നുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കി. കണ്ടോ ഉലുവാക്കുഴമ്പ്, അത് കഴിച്ചു നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ സൂക്ഷിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, അവിടെ ഇരിക്കട്ടെ എന്നേ, കളയാൻ മനസ്സ് തന്നില്ല. എൻ്റെ വല്യമ്മ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നു വിട്ടതാണെന്നറിയോ. പിന്നെ ഇത് സവാള ഉണങ്ങിയത് കേട്ടോ. ഒരു തവണ ഇക്കാട് ഉമ്മ കുറേ സവാള കൊടുത്തു വിട്ടു. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് ഉണക്കി വെച്ചതാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് കേട്ടോ, എൻ്റെ മൈലാഞ്ചിയുടെ വെള്ളം. ഞാൻ തന്നെ ഉണ്ടാക്കണ മൈലാഞ്ചിയ നന്നായിട്ട് ചുമക്കൂട്ടോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം എടുത്ത് ഇതുപോലെ വെള്ളം സൂക്ഷിച്ച് വയ്ക്കുവേ. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു പരിപാടിയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമുക്കതിൽ മൈദ മിക്സ് ചെയ്ത് അങ്ങ് ഇട്ടാൽ മതി, എളുപ്പമുണ്ടല്ലോ. കടയിൽ നിന്ന് പലതവണ വാങ്ങിച്ചിട്ടും എനിക്ക് ഫ്ലോപ്പായിരുന്നു കേട്ടോ. 2, 3 ഒക്കെ വട്ടം ഇടുമ്പോഴാണ് ഒന്നങ്ങ് ചുമന്ന് വരുള്ളൂ. ഇതങ്ങനെയല്ല, ഒറ്റ വട്ടം ഇട്ടാൽ തന്നെ നല്ല സ്റ്റെയിൻ കിട്ടും കേട്ടോ. ഇത് ഞാനുണ്ടാക്കിയ ന്യൂട്ടല്ല, ഞാനുണ്ടാക്കിയ ജാമ്. അപ്പോൾ ന്യൂട്ടല്ല തീർന്നോന്നൊക്കെ ചോദിച്ചപ്പോൾ തുറന്ന് കാണിച്ചു കൊടുത്താട്ടോ. തീർന്നിട്ടില്ല, ഏകദേശം അറ്റപ്പറ്റായി. അങ്ങനെ എല്ലാം ഒരുമിച്ച് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇതെന്നെ മസാലപ്പൊടികൾ മൊത്തം കേട്ടോ. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ചാറ്റ് മസാല, കസ്റ്റാർഡ് പൗഡർ, കസ്തൂരി മേത്തി, ഈസ്റ്റ്, അങ്ങനെ വാനില എസൻസ്, അങ്ങനെ പാൽപ്പൊടി, കുറച്ച് ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഒരു 3-4 പാക്കറ്റ് ഈസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കും ഇപ്പോൾ തോന്നുന്നുണ്ട് ഇത്രയും ഈസ്റ്റ് എന്തിനാന്ന്. വാങ്ങിക്കുമ്പോൾ ഇല്ലയെന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ വാങ്ങിക്കും. ഇതൊക്കെ എപ്പോഴും ആവശ്യമുള്ളതല്ലേ, ഇരിക്കട്ടെ എന്നേ. അപ്പോൾ ഓരോന്ന് റെഡിയാക്കി മുട്ടയൊക്കെ എടുത്ത് ആദ്യം വെച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ടിന്നിലാക്കി വെക്കുമ്പോൾ നമുക്ക് എടുക്കാനും ഒക്കെ എളുപ്പമുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ അങ്ങ് ചെതറി കിടക്കില്ല. എപ്പോഴും ആദ്യം വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ വെക്കണം. ഇനി 1 മാസം ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം തലങ്ങും വിലങ്ങും മാറും. അതാണ് പ്രശ്നം. പിന്നെ ഉപ്പിലിട്ടതൊക്കെ ഡോറിൽ വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ എടുക്കാൻ എളുപ്പത്തിന് അവിടെയാണ് നല്ലത്. അകത്തേക്ക് വെച്ചാൽ മക്കൾസ് അതെല്ലാം കുഴയ്ക്കും. അപ്പോൾ പിന്നെ അവർക്ക് എടുക്കാനോട് എളുപ്പത്തിന് വെക്കണേ ആയിരിക്കുമല്ലോ നല്ലത്. അപ്പോൾ അതെല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് ഡോറിലും അകത്തും ഒക്കെ ആയിട്ട് വെച്ച്. പിന്നെ നിങ്ങൾ ഓർക്കണ്ടാവും ഞാൻ ഈ തേയിലപ്പൊടി ഉൾപ്പെടെ എന്തിനാണ് ഫ്രിഡ്ജിൽ വെക്കണേന്ന്. ഇവിടെ തേയില വരെ ഉറുമ്പ് തിന്നുന്നേ. നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് കവർ തുരന്നിട്ട് ഉറുമ്പ് തേയില എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഒന്നും പുറത്ത് വയ്ക്കാൻ പറ്റില്ല. അണ്ടിപ്പരിപ്പ് ഉറുമ്പ് എടുത്തുകൊണ്ട് പോകും. തേയില, പഞ്ചസാര എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉറുമ്പ് കൊണ്ടുപോകും. അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഭയങ്കര സേഫ്റ്റിയാണ്. അത് ഉണക്ക നാരങ്ങയാണെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ ഉണങ്ങി എടുക്കണം നാരങ്ങ കേട്ടോ അത്. അപ്പോൾ അതെല്ലാം അങ്ങനെ സെറ്റാക്കി വെച്ചു. ഇനി തേങ്ങ ഇതിങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ചുരുട്ടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും കേടാവാതെയും പിന്നെ ആ തേങ്ങയുടെ തരിയും പൊരിപ്പലൊന്നും ഫ്രിഡ്ജിൽ ചാടാതെ ഇരിക്കും കേട്ടോ. പിന്നെ അത് കുറച്ച് കരിപ്പട്ടിയും നോർമൽ ശർക്കര അത് രണ്ടും കൂടി അതിൽ പൊതിഞ്ഞ് ഒരു ടിന്നിലാക്കി വെച്ചു കേട്ടോ. പിന്നെ ഇനി ബാലൻസ് ഇത്രേ ഉള്ളൂ കേട്ടോ വെജിറ്റബിൾസ്. അതെല്ലാം കൂടെ ഒരു ടിന്നിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇട്ട് വെച്ചു. പിന്നെ മല്ലിയില, കറിവേപ്പില, ഇത് കണ്ടോ ഉമ്മിച്ച് തന്നു കേട്ടോ. ഉണക്കറച്ചി കേട്ടോ, അത് ഇതുവരെ എടുത്തിട്ടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റെസിപ്പി ചെയ്യാമെന്ന് ഓർത്ത് അവിടെ വച്ചേക്കണേ കേട്ടോ. ഇനിയിപ്പോൾ അത് എടുക്കണം, ഏതായാലും സമയം കിട്ടിയിട്ടില്ല അത് എടുക്കാനായിട്ട്. അപ്പോൾ ഉണക്കറച്ചി അതും ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ പുറത്ത് വയ്ക്കുമ്പോൾ ഈ ഉറുമ്പിൻ്റെ ശല്യം കൊണ്ട് തന്നെ ഭയങ്കര പാടാന്ന് എല്ലാ ഐറ്റവും ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ കുറേ എക്സ്പയറി കഴിഞ്ഞ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ മൈദയും കടലമാവ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ ആവശ്യമുള്ളത് മാത്രമായിട്ട് വെച്ചപ്പോൾ തന്നെ ഫ്രിഡ്ജിന് ദൂരെ സ്ഥലമല്ലേ,
അപ്പോൾ എന്തൊരു സമാധാനം, കാണുമ്പോൾ തന്നെ എന്താ ഒരു സുഖം. അപ്പോൾ എൻ്റെ കുട്ടി ഹെൽപ്പർ എത്തിയിട്ടോ. അവൾ മദ്രസയിൽ പോയപ്പോഴായിരുന്നു ഞാൻ ക്ലീനിങ്ങിന് നിന്നെ. അപ്പോൾ ആൾ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്തു തരാനും എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ ഉണ്ട് കേട്ടോ. അത് ഐസ്ക്രീമാണ്, ഇനി കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് അവിടെ തന്നെ അങ്ങ് വെച്ചു കേട്ടോ. അപ്പോൾ അതേ എല്ലാം കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജ് നല്ല ക്ലീനായി. ഫ്രിഡ്ജിനും ഒരു സമാധാനമായി, എനിക്കും ഒരു സമാധാനമായി. എന്തെന്നില്ലാത്തൊരു സുഖം. അങ്ങനെ ഒരു മെയിൻ ക്ലീനിങ് പരിപാടി അങ്ങ് കഴിഞ്ഞ് കിട്ടിയല്ലോ. ഏതെങ്കിലുമൊക്കെ ഓരോ ഭാഗം ക്ലീനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു മനസ്സുകാരിക്കൂലേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ടും അറിയിക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഫ്രണ്ട്സ്. ബായ്.